ഹായ് സുഹൃത്തുക്കളെ, ദിസ് ഈസ് സിദ്ധാർത്ഥ ബ്ലോഗ്. ഇന്ന് നമ്മുടെ 16ാമത്തെ എപ്പിസോഡാണ്. ഇന്നത്തെ എപ്പിസോഡ് വിഷയം വെള്ളാപ്പള്ളിയും അയ്യപ്പ സംഗമവും എന്ന വിഷയത്തെക്കുറിച്ചാണ്. ആഗോള അയ്യപ്പ സംഗമം മറ്റന്നാളാണ് നടക്കാൻ പോകുന്നത്. അതായത് സെപ്റ്റംബർ 20 പ്രതിപക്ഷ കക്ഷികളൊന്നും ഇതിൽ പങ്കുചേരില്ല എന്ന് പറഞ്ഞു. പന്തളം കൊട്ടാരം ഇതിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ആദ്യം ഇത് ഗവൺമെൻറ് നടത്തുന്നതെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ് ഗവൺമെൻറ്റിന് ഇതിൽ യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞു. ദേവസ്വം ബോർഡാണ് നടത്തുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ദേവസ്വം പ്രസിഡന്റ് മിനിയാന്ന് പറഞ്ഞു 1500 പേരെ ആണ് ഞങ്ങൾ പങ്കെടുപ്പിക്കുന്നതെന്ന്. ഇന്ന് നമ്മുടെ മന്ത്രി വാസവൻ, അദ്ദേഹമാണല്ലോ ദേവസ്വത്തിൻ്റെ മന്ത്രി, അദ്ദേഹം പറഞ്ഞത് 5000 പേര് അപേക്ഷ നൽകി 3500 പേരെയാണ് പങ്കെടുപ്പിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെതിരായി ഇവിടെ ഹിന്ദു സംഘടനകൾ അവർ ക്ഷേത്ര സംരക്ഷണ സംഗമം എന്ന് പറഞ്ഞ് മറ്റൊരു പരിപാടി, അത് 22-ാം തീയതിയാണ് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ രണ്ട് ചേരിയിലും കൂടി ഒരു വലിയൊരു സമ്മേളനമാണ് നടക്കാൻ പോകുന്നത് അല്ലേ. ഇന്നലെ വെള്ളാപ്പള്ളിയുടെ ഒരു പ്രസ്താവന, എന്നെ ക്ഷണിച്ചാലും ഞാൻ പോവില്ല, ഞാൻ പങ്കെടുക്കില്ല. ഇദ്ദേഹത്തെ ആരെ ക്ഷണിക്കാൻ പോകുന്നത്? ഇദ്ദേഹത്തെ ക്ഷണിച്ചാലല്ലേ ഞാൻ വരുന്നില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. ഈ ശബരിമലയിലുണ്ടായ ഈ നരനായാട്ടിൻ്റെ എല്ലാം കൂടെ നിന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹം അതിന് ഉറച്ചു കൂടെ നിന്നു. നാരായണീയർ കംപ്ലീറ്റ് നാമജപ ഘോഷയാത്രയും പരിപാടികളുമായി റോട്ടിലിറങ്ങി നടക്കുകയാണ്. ഇവിടെയാണെങ്കിൽ നരനായാട്ടും നടക്കുക, 2500ഓളം കേസുകളും അതേപോലെ തന്നെ ഒരു 25,000-ഓളം ആളുകളെ അറസ്റ്റ് ചെയ്യുകയും. അപ്പോൾ പ്രതിപക്ഷം അതിൽ പങ്കെടുക്കാത്തതിൻ്റെ കാരണം ഈ കേസുകളൊന്നും പിൻവലിച്ചിട്ടില്ല. പന്തളം കൊട്ടാരവും പങ്കെടുക്കാത്തതിൻ്റെ മുഖ്യ കാരണം അത് തന്നെയാണ്. കാരണം ഇത്രയും കേസുകളൊന്നും പിൻവലിക്കാതെ ഇങ്ങനൊരു സംഗമം നടത്തുന്നത് ശരിയല്ല എന്നവർ പറഞ്ഞു. അത് കേൾക്കുന്ന നമ്മൾക്ക് ഏകദേശം തോന്നുന്നുണ്ട് അല്ലേ. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ എങ്ങനെ 2 പോയി പങ്കെടുക്കുക? ഇതിൽ പങ്കെടുത്തു, ക്ഷേത്ര ആഗോള സംഗമത്തിൽ പങ്കെടുക്കുക. 2 ദിവസം കഴിഞ്ഞിട്ട് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സംഗമത്തിലും പോയി പങ്കെടുക്കുക. അതേതായാലും നടക്കാൻ പോകുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ ഈ കേസുകളെല്ലാം നിലനിൽക്കുകയാണ്. ഈ സംഗമത്തിൽ എന്താണ് വിഷയം അവതരിപ്പിക്കാൻ പോകുന്നതെന്നറിയില്ല. പണത്തിനൊന്നും ക്ഷാമമില്ല. കാരണം അയ്യപ്പൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കോടി രൂപ വേണമെങ്കിലും സമാഹരിക്കാൻ പറ്റുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഗവൺമെൻറ്റിന് ചിലവൊന്നുമില്ല. ഈ SNDP എന്ന് പറഞ്ഞാൽ നല്ലൊരു സാമുദായിക സംഘടനയാണ്. കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഈഴവരുടെ സംഘടനയാണ്. ഇദ്ദേഹം വിളിച്ചു പറയുന്ന ഈ അഭിപ്രായമല്ല SNDPക്കാരുടെ. ഇദ്ദേഹം എന്തെങ്കിലുമൊക്കെ വൃത്തിയായിട്ട് വിളിച്ചു പറയുക, കുറേ മുസ്ലിങ്ങളെ പറ്റി തെറി വിളിക്കും, കുറേ ക്രിസ്ത്യാനികളെ പറ്റി തെറി വിളിക്കും, അത് കഴിഞ്ഞ് നായന്മാരെ പറ്റി തെറി വിളിക്കും. ഇവിടെ ഒരു സമാധാന അന്തരീക്ഷത്തിൽ പോകുന്ന ഈ ജനസമൂഹത്തെ വർഗീയവൽക്കരിക്കാനും ജാതി മത സ്പർദ്ധ വളർത്തുവാനും മാത്രമേ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾക്ക് കൊണ്ട് സാധിക്കൂ. അദ്ദേഹം വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ
അധ്യക്ഷനായിരിക്കുന്നു. ആ പ്രസ്ഥാനത്തിൽ നിർധരരായ യുവാക്കൾ, ജോലിയില്ലാതെ അഭ്യസ്തവിദ്യരായി ജോലിയില്ലാത്ത അനേകായിരം ആളുകളുണ്ട്. യാതൊരു ഡൊണേഷനും വാങ്ങാതെ ഒരു 10 പേർക്ക് ഒരു കൊല്ലത്തിൽ സ്കൂളിലോ കോളേജിലോ ഓഫീസുകളിലോ ജോലി കൊടുത്താൽ എത്ര നന്നായിരുന്നു. അതേപോലെ തന്നെ ഇവരുടെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ നിർധരരായ പെൺകുട്ടികൾ, അവർ വിവാഹം കഴിച്ചു കൊടുക്കാനുള്ളൊരു പദ്ധതി ഉണ്ടാക്കുക. 10 പേർ വളരെ നിർധരരായ ഒരു 10 കുടുംബത്തെ എടുത്ത് വീടില്ലാത്തവർക്കൊരു വീട് വെച്ച് കൊടുക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഇത് സ്വയം നന്നാവുക, മറ്റുള്ളവരെ നന്നാക്കുക എന്നുള്ള പരിപാടിയൊന്നുമില്ല. ഗുരു പറഞ്ഞത് എന്താണ്? ഗുരു അരുത് എന്ന് പറഞ്ഞത് മാത്രമേ പുള്ളിക്കാരൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ സംഗമത്തിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ അർഹതയില്ല. ക്ഷേത്ര സംരക്ഷണ സംഗമത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് അർഹതയൊന്നുമില്ല. അദ്ദേഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത്. ഓക്കെ, കുഴപ്പമില്ല. എല്ലാ സാമുദായിക സംഘടനകളെയും ക്ഷണിച്ചു. വളരെ കുറച്ച് പേര് വരെയുണ്ടായിരിക്കും. അതിന് മുഖ്യ കാരണം എന്ന് പറഞ്ഞാൽ അന്നത്തെ ഈ സംഭവം ശരിയല്ല. ഇന്നൊരു സംഭവം ഉണ്ടായതാണല്ലോ. ഇന്നലെ AK ആൻ്റണി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം നടത്തിയ 2 നരനായാട്ട്, ഒന്ന് SNDP നമ്മുടെ ശിവഗിരിയിലും, ഒന്ന് നമ്മുടെ വയനാട്ടിൽ നടന്ന ആദിവാസി മേഖലയിൽ നടന്ന ലാത്തിച്ചാർജും മറ്റു കാര്യങ്ങളൊക്കെ. 10-25 കൊല്ലത്തിന് ശേഷം ഒരു സോറി പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളൊന്നും അല്ലല്ലോ ഇത്. അത് തെറ്റായിപ്പോയി. തെറ്റ് തന്നെയാണ്. അതാര് ചെയ്താലും തെറ്റ് തന്നെയാണ്, അല്ലേ? വളരെ സമാധാനാന്തരീക്ഷമായ ഒരു പ്രദേശമാണ് ശബരിമല. അനാവശ്യമായി അവിടെ വെറുതെ നരനായാട്ടുണ്ടാക്കി. അതിന് മാപ്പ് പറയാനും തയ്യാറില്ല, ആ കേസ് പിൻവലിക്കാനും തയ്യാറല്ല. ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയിക്കുക. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.